ഹലോ, ഞങ്ങൾ ഇന്ന് ദൃശ്യം 3 കാണാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ 8 മണിക്കകത്ത് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. രാത്രിയിൽ ഒരു 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. അപ്പോൾ ലേറ്റ് ആകുമെന്നുള്ള ടെൻഷൻ നിൽക്കുകയാണ് ഒരാൾ. അങ്ങനെ ആദൂട്ടൻ ചെറിയ നിർബന്ധങ്ങളോടുകൂടി നമ്മൾ പിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ആൾക്കാരൊക്കെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആദൂട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സിനിമ കാണാനൊക്കെ വരാനുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ആദൂട്ടൻ. അങ്ങനെ നമ്മളിതേ അതിനകത്തോട്ട് കയറി. കഴിഞ്ഞ പ്രാവശ്യം ആട് 3 കാണാൻ വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് പോപ്കോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അതിന് പകരം വേറെ ഏതാണ്ടൊക്കെ ആയിരുന്നു വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ പോപ്കോൺ പോകാൻ നേരത്ത് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് താഴെ വന്നപ്പോഴത്തേന് പോപ്കോണൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കയറുമ്പോഴേ അങ്ങ് വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കുറിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പടം തുടങ്ങാൻ ഇച്ചിരി ലേറ്റായി. സെക്കൻഡ് ട്വിസ്റ്റ് ആയതുകൊണ്ട് തേർഡ് എന്തായിരിക്കുമെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവെൽ പിന്നെയും ഞങ്ങൾ പോപ്കോൺ വാങ്ങാനായിട്ട് വന്നു കേട്ടോ. എന്തെങ്കിലും അതുകൊണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് കഴിച്ചുകൊണ്ടിരുന്നോളൂ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ തൊട്ടും മാന്തിയൊക്കെ ഇരിക്കും. എനിക്ക് സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 2 പോപ്കോണുമായിട്ട് അതുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ സെക്കൻഡ് ഹാഫ് എന്താകും എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അങ്ങനെ പടം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. സിനിമയെപ്പറ്റി എന്താ പറയുക, ഒറ്റ വാക്കി പറഞ്ഞാൽ അടിപൊളി സിനിമ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും പോയി കണ്ടാൽ മതി. അപ്പം നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് അടുത്ത 12 മണിക്കത്തെ ഷോയ്ക്ക് കയറാനുള്ള ആളുകളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. അത് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരു രക്ഷയില്ലാത്ത പടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയി.